എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്ര സമാജം ഉത്തരമേഖലാ ഘടകം സംഘടിപ്പിക്കുന്ന വൈശാഖമാസ കാലത്തുള്ള ദേവി ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള പ്രഭാഷണമാണ്. ഇന്ന് ഈ സത്സംഗ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അന്തർജന സഭ അംഗങ്ങളാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോം ഇനിയുള്ള ദിവസങ്ങളിൽ 5 ദിവസങ്ങളിൽ അന്തർജന സഭ കൂട്ടായ്മയാണ് ഈ സത്സംഗ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. സന്തോഷത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോം അന്തർജന സഭ അംഗങ്ങളെ ഏൽപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ വൈശാഖമാസം തുടങ്ങുന്ന മെയ് 9 മുതൽ വളരെ പ്രഗത്ഭരായ സംസ്കൃത പണ്ഡിതന്മാർ ദേവി ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഓൺലൈനായി പ്രഭാഷണവും പാരായണവും നടത്തിവരുന്നു. ദേവി ഭാഗവതത്തിലെ 9ാം സ്കന്ധത്തിലെ 50 അധ്യായങ്ങൾ 5 ദിവസങ്ങളായി പാരായണവും പ്രഭാഷണവും നടത്തുന്ന ചുമതല അന്തർജന സഭയിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് മെയ് 29, 30, 31, ജൂൺ 1, 2 ദിവസങ്ങളിലായി ശ്രീമതി ശൈലജ മാത്തൂർ, ശ്രീമതി സരിത അയ്യർ, ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി പെരിങ്ങര, ശ്രീമതി ഉഷ നമ്പൂതിരി നീലമന എന്നിവർ വഴി നടത്താൻ ശ്രമിക്കുന്നു. 5 ദിവസത്തെയും പാരായണ പ്രഭാഷണങ്ങൾ ഭംഗിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കർത്തവ്യം അന്തർജന സഭയെ ഏൽപ്പിച്ച ഉത്തരമേഖലയുടെ കോർഡിനേറ്ററും നമുക്ക് എന്നും ഊർജവും ശക്തിയും പകർന്ന് അന്തർജന സഭയെ ഇവിടെ വരെ എത്തിച്ച പ്രിയപ്പെട്ട എടക്കഴിപ്പുറം ശ്രീരാമന് സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ടും തുടങ്ങട്ടെ. ആദ്യമായി പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി തൃപ്പൂണിത്തുറ അന്യോന്യം കുടുംബാംഗവും തിരുവാതിര കളിയിൽ പ്രഗത്ഭയുമായ ശ്രീമതി പുന്നപ്പള്ളി വത്സലയെ സാദരം ക്ഷണിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയത് മുദീരയേ. പൂർണ്ണാതിമോദമൊടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണ്ണാലയത്തിലമരുന്നൊരു പത്മനാഭ പൂർണ്ണ പ്രമോദമടിയന്റെ മനോനഭസിൽ പൂർണ്ണത്രയേശ പരിചൊടു വിളങ്ങിടേണി. പൂർണ്ണത്രയേശ പരിചൊടു വിളങ്ങിടേണേ. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ അന്തർജന സഭയിലെ ആചാര്യയും അറിവിന്റെ നിറകുടവുമായ ശ്രീമതി വെടിയോർ വിജയകുമാരി അന്തർജനത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തര മേഖലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വൈശാഖ ആചരണം 20 ദിവസം വളരെ ഭംഗിയായി പിന്നിട്ട് ഇന്ന് 21ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കും. മെയ് 9ാം തീയതി ഈ സത്സംഗം ഇന്ന് അതിന്റെ 21ാം ദിവസത്തിൽ എത്തി. ഓരോ കൊല്ലവും സത്സംഗത്തിന് വേണ്ടി പാരായണത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ പുരാണ ഗ്രന്ഥങ്ങളാണ്. ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചത് ദേവി ഭാഗവതം
ആണ്. അതിന്റെ ഒൻപതാമത്തെ സ്കന്ധം ആണ്. 8 സ്കന്ധങ്ങൾ പൂർത്തിയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് 9ാമത്തെ സ്കന്ധം 1-ാം അധ്യായം തുടങ്ങി 10ാം അധ്യായം വരെ ആണ് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് സാധിച്ചു തരുന്നത് ശ്രീമതി KP ശൈലജ മാത്തൂർമന ആണ്. ശൈലജയെടുത്തിയെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. വളരെ പഴയ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അംഗമാണ്, സജീവ പ്രവർത്തകയാണ്. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതയാണ്. എങ്കിൽ പോലും ശൈലജയെടുത്തിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചു എങ്കിലും അവരിപ്പോഴും പ്രഗത്ഭയായ അധ്യാപികയാണ്. വളരെ മനോഹരമായി കവിതകൾ എഴുതുന്ന ഒരു നല്ല കവയത്രിയാണ്, വാഗ്മിയാണ്, പ്രഭാഷകയുമാണ്. ഇതിനു മുൻപ് നമ്മുടെ രാമായണ മാസ ആചരണം നമ്മൾ ആചരിച്ച സമയത്ത് ശൈലജയെടുത്തി രാമായണത്തിലെ സീതയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അത് കേട്ടിട്ടുള്ളവർക്കൊക്കെ അതിന്റെ ആ ഒരു പ്രഭാഷണത്തിന്റെ മാധുര്യം ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നും ജ്ഞാനസ്വരൂപിണിയായ ശ്രീദേവിയായ ജഗദംബികയുടെ മാഹാത്മ്യത്തെ കുറിച്ച് തീർച്ചയായിട്ടും ശൈലജയെടുത്തി നമുക്ക് നല്ലൊരു ചിത്രം തന്നെ തരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ സ്നേഹപൂർവം, അത്യാദരപൂർവം ശൈലജയെടുത്തിയെ ഈ സത്സംഗവേദിയിലേക്ക്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സുസ്വാഗതം ശൈലജയെടുത്തി. ഇനി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ ശ്രീമതി വത്സല പണിക്കും. വത്സലയെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല ഘടകത്തിന്റെ ജീവനാഡിയായ, നമ്മുടെ എല്ലാ പരിപാടിയുടെയും പ്രധാന സംഘാടകനായ ശ്രീ എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരിക്ക് വളരെ സ്നേഹപൂർവം, ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം. പഠന ഗ്രൂപ്പുകളിലെ അതുപോലെ സംസ്കൃത പഠനത്തിലും ഒക്കെ നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ആചാര്യൻ ശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയെയും ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവം, ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇവിടെ പ്രാർത്ഥന ആലപിച്ച് ഈ വേദിയെ ഭക്തി സാന്ദ്രമാക്കിയ വത്സല കുന്നപ്പള്ളി. വത്സലയ്ക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. കൃതജ്ഞത പറയാമെന്ന് ഏറ്റിരിക്കുന്ന ഗീത പുറപ്പേര്. ഗീതയെ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വിവിധ അന്തർജന സഭയിലെ വിവിധ ഗ്രൂപ്പുകൾ, വിവിധ പഠന ഗ്രൂപ്പുകൾ, സംസ്കൃത പഠന ഗ്രൂപ്പ്, ഇതിലെല്ലാത്തിലെയും എല്ലാ അംഗങ്ങളെയും എല്ലാവരെയും സ്നേഹപൂർവം ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. നന്ദി, നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുങ്കുരുഭ്യോ നമ. ഭേട്ടേക്കര ശരണം. ഇരട്ടേപ്പ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഈ വൈശാഖ പുണ്യമാസത്തില് ഇവിടെ ശ്രീമദ് ദേവി ഭാഗവതത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പ്രഭാഷണം നടത്താൻ, കുറേശ്ശെ പാരായണം ചെയ്യാനും എന്നെ ക്ഷണിച്ചതില് അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല അതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ കൃതജ്ഞത ഞാനിവിടെ ആദ്യം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് വത്സലയോട്. വത്സലയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വലിയ വലിയ പണ്ഡിതന്മാര് ഇതിനോടകം പ്രഭാഷണങ്ങൾ ചെയ്തു കഴിഞ്ഞു. എനിക്കത്ര വലിയ അറിവൊന്നുമില്ല. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് നിങ്ങൾ എന്നിൽ തന്ന ഈ ചുമതല
ഞാൻ നിർവഹിക്കാൻ നോക്കാം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീമദ് ദേവി ഭാഗവതം. അമൂല പ്രകൃതിയായിട്ടുള്ള ദേവി, ജഗന്മാതാവ്, സർവചരാചരങ്ങളുടെയും സർവദേവീദേവന്മാരുടെയും ത്രിമൂർത്തികളുടെ പോലും അമ്മയായിട്ടുള്ള ദേവി. ആ അമ്മയെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലാ മതിയാവുക? 18 പുരാണവും 18 ഉപപുരാണവും രചിച്ച ശ്രീ വേദവ്യാസ മഹർഷി മൂലപ്രകൃതിയായിട്ടുള്ള അമ്മയുടെ മാഹാത്മ്യത്തിനെ ശ്രീമദ് ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കുകയാണ്. 12 സ്കന്ധങ്ങളാണല്ലോ ഈ പുരാണത്തില്. ഇതിലെ 9ാം സ്കന്ധത്തിന്റെ ആദ്യത്തെ 10 അധ്യായങ്ങളാണ് എന്റെ പ്രഭാഷണ വിഷയം എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ശ്രീനാരായണനും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ സ്കന്ധം. ശ്രീനാരായണൻ നാരദ മഹർഷിയോട് ദേവിയുടെ നാമം, രൂപം, ഉൽപ്പത്തി മുതലായവയെ പറ്റി പറഞ്ഞു കൊടുക്കുക. തുടക്കം തന്നെ എന്താണ് പറയണത്? ശ്രീനാരായണ ഉവാച ഗണേശ ജനനീ ദുർഗാ രാധാലക്ഷ്മീ സരസ്വതി സാവിത്രീ ച സൃഷ്ടിവിധൗ പ്രകൃതി പഞ്ചധാ സ്മൃത. ഗണേശ ജനനിയായിട്ടുള്ള ദുർഗ, രാധ, ലക്ഷ്മി, സാവിത്രി എന്നിങ്ങനെ സരസ്വതി എന്നിങ്ങനെ 5 രൂപങ്ങളായിട്ടാണ് മൂലപ്രകൃതിയായ ദേവി. അത് കേട്ടപ്പോ ആ ദേവി മൂലപ്രകൃതി എന്തിനാണ് ഇങ്ങനെ ആവിർഭവിച്ചത്, എന്തിനാ 5 രൂപം കൈക്കൊണ്ടു എന്നൊക്കെ നാരദൻ ചോദിക്കുക. ഈ ദേവിമാരുടെ ചരിതം എന്താണ്? അവർക്കുള്ള പൂജാവിധികൾ ഏതൊക്കെയാണ്? അവരെ പൂജിച്ച എന്താ നേടാൻ കഴിയുക? അതൊക്കെ നാരദൻ വീണ്ടും വീണ്ടും ചോദിക്കുക. പ്രകൃതി ദേവിയെ പറ്റി പറയാൻ കഴിവുള്ള ആരും ഇല്ല എന്നാണ് ശ്രീനാരായണൻ പറയണത്. ഈ പ്രകൃതി, ഈ വാക്കിലത്തെ പ്ര എന്നതിന് പ്രകൃഷ്ടം എന്നും കൃതി എന്നതിന് സൃഷ്ടി എന്നും അർത്ഥം. അതായത് സൃഷ്ടികർമ്മത്തില് സാമർഥ്യമുള്ള ദേവിയാണ് പ്രകൃതി ദേവി. പ്ര എന്നുള്ളത് സത്വഗുണം, കൃ എന്നുള്ളത് രജോ ഗുണം, തീ എന്നുള്ളത് തമോ ഗുണം. ഇങ്ങനെ 3 ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്വരജസ് തമോ ഗുണങ്ങൾ ചേർന്നതാണ് ഈ ദേവി. പിന്നെ പ്ര എന്നുള്ള ശബ്ദത്തിന് പ്രഥമം എന്നർത്ഥമുണ്ട്, കൃതി എന്നതിന് സൃഷ്ടി എന്നർത്ഥമുണ്ട്. അപ്പോ സൃഷ്ടിയുടെ തുടക്കത്തില് ഉള്ള ദേവിയാണ് പ്രകൃതി. സൃഷ്ടിയുടെ തുടക്കത്തില് പരമാത്മാവ് യോഗശക്തിയാൽ 2 രൂപം കൈക്കൊണ്ടു എന്നാണ് പറയണത്. പുരുഷനും പ്രകൃതിയും. വലത്തെ അർദ്ധഭാഗം പുരുഷൻ, ഇടത്തെ അർദ്ധഭാഗം പ്രകൃതി. പുരുഷനും സ്ത്രീയും. ഈ പ്രകൃതി പുരുഷ സംയോഗമാണ് സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് നിദാനം. പരമാത്മാവിന് തുല്യാണ് പരാശക്തി പ്രകൃതി. അതുകൊണ്ട് തന്നെ യോഗീന്ദ്രന്മാര് സ്ത്രീ പുരുഷ ഭേദമൊന്നും പരിഗണിക്കണില്ല. സ്ത്രീ ആയാലെന്താ, പുരുഷനായാലെന്താ, രണ്ടും തുല്യമാണ് എന്നാണ് ഭാരതീയ സംസ്കാരം നമ്മളോട് പറയണത്. സൃഷ്ടിയുടെ തുടക്കത്തില് പരമാത്മാവ് ശ്രീകൃഷ്ണൻ യോഗശക്തി കൊണ്ട് 2 രൂപം കൈക്കൊണ്ടു എന്ന് പറഞ്ഞുല്ലോ. വലത്തെ ഭാഗം പുരുഷൻ, ഇടത്തെ അർദ്ധഭാഗം പ്രകൃതി. അപ്പൊ ഈ പ്രകൃതി പുരുഷ സംയോഗമാണ് സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് നിദാനം എന്നും പറഞ്ഞു. പിന്നെ കൃഷ്ണാജ്ഞയുണ്ട്. ഈ ഇടത്തെ അർദ്ധഭാഗത്തെ ഭഗവതി ഉണ്ടല്ലോ, ആ ഭഗവതി 5 ആയി തീർന്നു അത്രേ. ഇവിടെ നമുക്കൊരു കുറച്ചൊരു വൈരുദ്ധ്യം വേണമെങ്കിൽ തോന്നും. 3ാം സ്കന്ധത്തിൽ പറഞ്ഞു എന്ത്, എല്ലാം മൂലപ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. സരസ്വതിയെ, ലക്ഷ്മിയെ, ഗൗരിയെ ഒക്കെ സാക്ഷാൽ പരാശക്തി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞത് എന്താ, ശ്രീകൃഷ്ണനിൽ നിന്നാണ് ഉണ്ടായത് എന്ന്. അതെന്താ അങ്ങനെ എന്നാണെങ്കില് എല്ലാം ഒന്നു തന്നെ. ഈ ഓരോ പുരാണങ്ങളിലും അങ്ങനെയാണ് പറയുക. ഓരോ പുരാണങ്ങളിലും പിന്നെ ഇപ്പൊ സ്കന്ദപുരാണ ആണെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രധാനാക്കിയിട്ടാണ് പറയുക. പിന്നെ ശിവപുരാണാണെങ്കിൽ ശിവനെ പ്രധാനാക്കി, എല്ലാം ശിവൻ തന്നെ. ഭാഗവതം, വിഷ്ണു ഭാഗവതാണെങ്കിലോ എല്ലാം വിഷ്ണു തന്നെ, എല്ലാം വിഷ്ണുവിൽ നിന്നുണ്ടായി. ശിവപുരാണത്തിൽ എല്ലാം ശിവനിൽ നിന്നുണ്ടായി. പിന്നെ ഗണേശ പുരാണാണെങ്കിൽ എല്ലാം ഗണപതിയിൽ നിന്നുണ്ടായി എന്നാണ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. എന്താ ഇതിന്റെയൊക്കെ ആന്തരമായിട്ടുള്ള അർത്ഥം? എല്ലാം ഒന്നു തന്നെ,
സാക്ഷാൽ പരബ്രഹ്മം ഒക്കെ, ആ പരാശക്തി പരബ്രഹ്മം അതിൽ നിന്നുണ്ടായതാണ് ഒക്കെ. പിന്നെ ഈ സ്കന്ധം വ്യാസൻ പറയണതായിട്ടല്ല. തുടക്കത്തില് സൂതൻ എന്താണ് മഹർഷിമാരോട് നൈമിശാരണ്യത്തിൽ പറയണതായിട്ടാണ്. അത് കഴിഞ്ഞ് വ്യാസൻ ജനമേജയനോട്, അങ്ങനെയൊക്കെയാണല്ലോ. ഈ സ്കന്ധത്തിലാണെങ്കിൽ ശ്രീനാരായണനും നാരദനും തമ്മിലുള്ള സംവാദ. പിന്നെന്താ വെച്ചാൽ ഓരോ കൽപ്പത്തിലും പ്രപഞ്ച സൃഷ്ടി ഓരോ വിധാവുന്നാണ് നമ്മള് ആചാര്യന്മാര് പറയുമ്പോ നമുക്ക് മനസ്സിലാവുക. അത് നല്ലോണം അത്രയ്ക്കൊന്നും പറയാനുള്ള വിവരം എനിക്കില്ല, എങ്കിലും അങ്ങനെ നമ്മൾ അനുമാനിക്കണം. ഇനി ഈ 5 ദേവിമാരെ എങ്ങനെ വർണ്ണിക്കാന്ന് നോക്കാം. ഗണേശന്റെ അമ്മയായിട്ടുള്ള ദുർഗ. ഈ ദുർഗാദേവി സത്യം, ധർമ്മം, കീർത്തി, പുണ്യം ഒക്കെ തരുന്ന ദേവിയാണ്. പിന്നെ ബുദ്ധി, നിദ്ര, ദയ, കാന്തി, ശാന്തി ഒക്കെ ഈ ഭഗവതിയാണ്. എത്ര വർണ്ണിച്ചാലും ഈ ദുർഗാ ഭഗവതിയുടെ മാഹാത്മ്യം അവസാനിക്കില്ല. ലക്ഷ്മിയാണെച്ചാലോ സത്വസ്വരൂപിണി, സുശീല, ശാന്ത, സർവ ഐശ്വര്യങ്ങൾക്ക് നിദാനാണ് ലക്ഷ്മി ദേവി. പ്രിയം വധിക്കുന്നവളാ, നല്ലതേ പറയുള്ളൂ. പതിവ്രതയാ, സ്വർഗത്തിലെ സ്വർഗലക്ഷ്മിയാ, രാജാക്കന്മാരിലെ രാജലക്ഷ്മിയാ, ഗൃഹങ്ങളില് ഗൃഹലക്ഷ്മിയാ. രാജാക്കന്മാർക്ക് ഈ ദേവി ശോഭ കൊടുക്കണു, കച്ചവടക്കാർക്ക് വാണിജ്യം കൊടുക്കണു, അങ്ങനെ എല്ലാം കൊടുക്കണ ദേവിയാണ് ലക്ഷ്മി ദേവി. ഇനി സരസ്വതി ദേവിയെ പറ്റി പറയുകയാണെച്ചാലോ പരമാത്മാവിന്റെ ജ്ഞാനം, ബുദ്ധി, വാക്ക് ഇതിനൊക്കെ ആശ്രയം ആ ദേവിയാണ്. മനുഷ്യർക്ക് ബുദ്ധി, പ്രതിഭ, കവിത, ഓർമ്മ ഇതൊക്കെ കൊടുക്കുന്നവളാണ് ആ ദേവി. എല്ലാ സന്ദേഹങ്ങളെയും തീർത്തു തരണു. ഗ്രന്ഥം ചമയ്ക്കണു ഈ ദേവി. കാര്യചിന്ത ചെയ്യണു. വിഷയജ്ഞാനം ഉള്ള ആളാണ് ഈ ദേവി. വിശ്വത്തിന്റെ ജീവന. വീണാ പുസ്തകധാരിണിയാണ്. വെള്ളപ്പളുങ്കിന്റെ നിറമുള്ള ആളാണ് ഈ ദേവി. സുശീലയാണ്. വേദങ്ങൾ വാഴ്ത്തുന്നവളാണ്. 4 വർണ്ണങ്ങൾക്കും ജനിത്രിയാണ്. സരസ്വതി ദേവിയെ വർണ്ണിച്ചാൽ അതിനും ഇല്ല അവസാനം. ഇനി 4ാമത്തെ ദേവിയാണ് സാവിത്രി. പവിത്ര സ്വരൂപയായിട്ടുള്ള സാവിത്രി ദേവി സാക്ഷാൽ ഗായത്രി തന്നെയാ. ബ്രാഹ്മണപ്രിയയാണ്, മുക്തിദായിനിയാണ്. 5ാമത്തെ ദേവിയോ രാധയാ. രാധയുടെ മാഹാത്മ്യം എന്തൊക്കെയാ? പഞ്ചപ്രാണങ്ങൾക്കും നാഥയാണ് രാധ. ശ്രീകൃഷ്ണന്റെ പ്രാണാധിക പ്രാണയാണ്. ഗൗരവം കൂടുന്ന മാനശീലയാണ്. രാസേശിയാണ്. പരമാത്മാവിന്റെ രാസനായികയാണ്. പരമാനന്ദ സന്തോഷ രൂപിണിയാണ്. നിർഗുണയും നിരാകാരയുമാണ്. പ്രകൃതീശ്വരിയുടെ അംശങ്ങളും അംശാംശങ്ങളും കലാംശത്തിന്റെ അംശങ്ങളുമായിട്ട് ജനിച്ച ദേവിമാരാണ് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും എന്നാണ് ഈ പുരാണം പറയണത്. സ്ത്രീകൾ കേട്ടോളൂ കേട്ടോ, നമ്മൾ നിസ്സാരക്കാരൊന്നല്ല. നമ്മളൊക്കെ ദേവിമാരാണ്, ദേവിയുടെ അംശാംശങ്ങള്. അപ്പോ നമ്മളുടെ മഹത്വം എന്താണ്? ഇനി ദേവിയുടെ അംശങ്ങൾ ഇനിയും പറയുന്നുണ്ട്. ജഗദംബികയുടെ അംശാവതാരങ്ങളിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് പാവനിയായിട്ടുള്ള ഗംഗാനദി. ആ ഗംഗാനദി സാക്ഷാൽ ജഗദീശ്വരിയുടെ അവതാരം തന്നെ അത്രേ. എന്താ ഗംഗ അത്രയും മഹത്തായിട്ടുള്ള ഒരു നദി ഉണ്ടോ? ആ ഗംഗാജലം എത്ര കാലം വെച്ചാലും സൂക്ഷിക്കാൻ പറ്റുന്ന ആ ജലം അത്ഭുതല്ലേ അത്. ആ ഗംഗാജലം ദേവിയുടെ അംശാണെന്ന് പറയണതിന് അത്ഭുതല്ലേ? ശരിക്കും ആ നദികളൊക്കെ ഒഴുകണണ്ട നമുക്ക് തൊഴാൻ തോന്നില്ലേ? ആ ദേവിയുടെ അംശം തന്നെയാണ് ഗംഗാനദി. അതുപോലെ തന്നെയാണ് തുളസിച്ചെടിയും. തുളസിച്ചെടിയുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല. ദേവിയുടെ അംശം തന്നെയാണ്. മനസാദേവി, മംഗളചണ്ഡിക, ഷഷ്ഠി ദേവി, അഗ്നിയുടെ പത്നിയായിട്ടുള്ള സ്വാഹാദേവി, കാളി, പിതൃക്കളുടെ പത്നിയായിട്ടുള്ള സ്വധാദേവി, അങ്ങനെ ദേവിയുടെ അംശാവതാരങ്ങൾ ഇനിയും കുറെ ഉണ്ട്. ഇനി വരണ ഭാഗം ഉണ്ടല്ലോ വളരെ പ്രതീകാത്മക, സിംബോളിക് എന്ന് പറയും ഇംഗ്ലീഷില്. നമുക്ക് അറിയണ്ടാവും എല്ലാവർക്കും. എന്ന് വെച്ചാൽ മനസ്സിൽ ഇരുട്ട് കടന്നു എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇരുട്ടിന് മനസ്സിലേക്ക് കടക്കാൻ പറ്റുമോ? ആ ദുഃഖം എന്ന് പറയണതിന് പകരം ഇരുട്ട് എന്ന് പറയാണ്. അപ്പൊ ഇനി ദേവിയുടെ അംശാവതാരങ്ങളാട്ടോ. സുശീലം, സുശീലത്തിന്റെ ഭാര്യമാരാണ്. ഒക്കെ ദേവിയുടെ അവതാരങ്ങൾ തന്നെ. ശാന്തി, ലജ്ജ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സുശീല, സൗശീല്യം ഉണ്ടെങ്കിൽ ശാന്തി തന്നെ ഉണ്ടാവില്ലേ? പിന്നെ ജ്ഞാനത്തിന്റെ ഭാര്യമാരാണ് ബുദ്ധി, മേധ, ധൃതി. ജ്ഞാനവും ബുദ്ധിയും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞു തരണ്ടല്ലോ ഞാൻ. ധർമ്മത്തിന്റെ പത്നിയാണ് മൂർത്തി. കാലത്തിന്റെ 3 ഭാര്യമാരാണ്
പകല്, സന്ധ്യ, രാത്രി. ആലോചിച്ച് നോക്കൂ, ഈ പകലും സന്ധ്യയും രാത്രിയും കൂടിയിട്ടല്ലേ കാലം ഇങ്ങനെ നീങ്ങണത്. അതാണ് സിംബോളിക് എന്ന് നേരത്തെ പറഞ്ഞത്. പറഞ്ഞാൽ കൊതി എന്നെന്താ പറയേണ്ടത്? അതിന്റെ ഭാര്യമാരാണത്രേ വിശപ്പും ദാഹവും. തേജസ്സിന്റെ ഭാര്യമാരാണ് പ്രഭയും ദാഹികയും. തേജസ് ആലോചിച്ച് നോക്കൂ, തേജസ് ഉണ്ടെങ്കിൽ പ്രഭ ഉണ്ടാവില്ലേ അവിടെ. ആ കാലത്തിന്റെ കന്യകമാരാണ് ജര, മൃത്യു. ആ കാലം കാലം ഒരുപാട് കാലം നമ്മൾ ജീവിച്ചാൽ നമുക്ക് ജരയും ഉണ്ടാവും, മരണവും ഉണ്ടാവും. അപ്പൊ കാലത്തിന്റെ കന്യകമാരായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. സുഖത്തിന്റെ പത്നിമാരാണ് പ്രീതി, മടി. സുഖം ഉണ്ടാവുമ്പോ ഒരു മടിയൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും, മടി. വൈരാഗ്യത്തിന്റെ പത്നികളാണ് ശ്രദ്ധ, ഭക്തി. ശ്രദ്ധയും ഭക്തി ഉണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടാവും, വിരക്തി ഉണ്ടാവും. ഇങ്ങനെ ഭഗവതിയുടെ അനവധി അംശാവതാരങ്ങളെ ഈ അധ്യായത്തിൽ പറയുന്നു. ഈ 1-ാം അധ്യായം വിവരിക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ വേണം. അപ്പൊ നമുക്ക് ആ 1-ാം അധ്യായം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീ മഹാദേവിയേ നമഃ. 2-ാം അധ്യായം തുടങ്ങാണ് കേട്ടോ. ശ്രീകൃഷ്ണ പരമാത്മാവ് 2ആയി തീർന്നു. വലത്ത് ഭാഗം പുരുഷനും ഇടത്ത് ഭാഗം സ്ത്രീയും ആയി എന്ന് പറഞ്ഞല്ലോ. ഈ കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കറുത്തവൻ എന്നാണ് പൊതുവെ പറയുക. പക്ഷേ കൃഷ്ണ എന്ന ധാതുവിനർത്ഥം ഭക്തി എന്ന് പറഞ്ഞ ദാസ്യം. അപ്പൊ ഭക്തിയും ദാസ്യവും തരുന്ന ആളാണ് കൃഷ്ണൻ. പിന്നെയോ കൃട്ട് എന്നുള്ളതിന് സർവം എന്നർത്ഥമുണ്ട്. നകാരത്തിന് ബീജം എന്ന് അർത്ഥമുണ്ട്. അപ്പോ എല്ലാത്തിന്റെയും ബീജം, സർവസ്രഷ്ടാവാണ് കൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ വാമഭാഗവുമായിട്ട് സംഗമിച്ചു. ഈ സംഗമം അനേകം വർഷങ്ങൾ നീണ്ടു നിന്നുത്രേ. ഒടുവിൽ ഭഗവതി ഗർഭം ധരിച്ചു. 100 മന്വന്തരം ആ ഗർഭത്തിനെ ദേവി വഹിച്ചു. ഒടുക്കം സ്വർണ്ണ നിറമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്തുകൊണ്ടോ ദേവി വിഷാദത്തോടു കൂടി, ഡിംഭം എന്നാണ് ഇതിൽ പറയണത്, വിഷാദത്തോടു കൂടി ആ ഡിംഭത്തിനെ പ്രളയ ജലത്തിൽ എറിഞ്ഞു കളഞ്ഞു. അതെന്താണാവോ ദേവിക്ക് അതിന് അങ്ങനെ തോന്നിയത്? ശ്രീകൃഷ്ണ പരമാത്മാവിന് ദേഷ്യം വന്നു. ആഹാ, നിന്റെ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞ് പ്രളയ ജലത്തിലാ എറിഞ്ഞു കളഞ്ഞില്ലേ, നിനക്ക് ഇനിമേൽ മക്കളുണ്ടാവില്ല എന്ന് ശപിച്ചു ദേവിയെ. നിന്റെ അംശജകളായിട്ടുണ്ടായിട്ടുള്ള ദേവസ്ത്രീകൾക്കും മക്കളുണ്ടാവില്ല എന്ന് ശപിച്ചു. ആ സമയത്ത് ദേവിയുടെ വായയുടെ അറ്റത്ത് നിന്ന് ഒരു കന്യക ഉണ്ടായി. വെള്ള വസ്ത്രം എടുത്ത് വീണാ പുസ്തകധാരിണിയായിട്ടുള്ള സരസ്വതി ദേവി. കാലാന്തരത്തിൽ ആ ദേവിയും 2ആയി പിരിഞ്ഞു. ഇടത്ത് ഭാഗം കമലാദേവി, വലത്ത് ഭാഗം രാധ. ഇതേ നേരത്ത് തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വലത്ത് ഭാഗം, 2 ഭാഗമായി ശ്രീകൃഷ്ണ പരമാത്മാവ്. വലത്ത് ഭാഗം ദ്വിഭുജൻ, അതായത് കൃഷ്ണൻ. ഇടത്ത് ഭാഗം ചതുർഭുജൻ, 4 കൈയുള്ള മഹാവിഷ്ണു. ഈ 4 കൈയുള്ള മഹാവിഷ്ണുവിൻ പിന്നെയും പിരിഞ്ഞ് അനവധി പാർഷദന്മാരുണ്ടായി. ഇതേ സമയത്ത് മഹാവിഷ്ണുവിന്റെ വലത്ത് ഭാഗം ഇടത് ഭാഗം മഹാവിഷ്ണു ആയി പറഞ്ഞല്ലോ. ആ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് അനവധി നാഭിയിൽ നിന്ന് സാവിത്രിയോട് കൂടിയിട്ട് ബ്രഹ്മാവ് ജനിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ വീണ്ടും 2ആയി. വലത്തു ഭാഗത്ത് ഗോപിനാഥൻ, ഇടത്തു ഭാഗം മഹേശ്വരൻ. ഇങ്ങനെ ത്രിമൂർത്തികളും ഭാര്യമാരുണ്ടായി. ഇതിന്റെ വിവരണത്തോട് കൂടിയിട്ടാണ് പഞ്ചപ്രകൃതി സംഭവം എന്നുള്ള 2-ാം അധ്യായം കഴിയുന്നത്. ശ്രീ മഹാദേവിയെ നമ. ഈ പുരാണങ്ങളുടെ ലക്ഷണം പറയുമല്ലോ. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച്ച വംശാനുചരിതം ചാവി പുരാണം പഞ്ചലക്ഷണം എന്ന്. സർഗം എന്ന് പറഞ്ഞ സൃഷ്ടി. ആ സൃഷ്ടിയുടെ ആ ഒരു വർണ്ണനയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ 3-ാം അധ്യായത്തിൽ എന്താ പറയണത്? ഭഗവതി ഡിംഭത്തിനെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് അനവധി കാലം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മകൽപ്പത്തിനോളം ജലത്തിൽ കിടന്നു. എന്നിട്ട് അത് 2ആയിട്ട് അങ്ങോട്ട് പിളർന്നു. ആ പിളർന്ന ബിംബത്തിന്റെ ഉള്ളില് 100 കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള ഒരു ശിശു, ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ 16ൽ 1 അംശം തേജസ് ഉണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി വിശപ്പോണ്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഈ കുട്ടിയുടെ ഓരോ രോമകൂപങ്ങളിലായിട്ട് സകല ബ്രഹ്മാണ്ടങ്ങളിലും സ്ഥിതി ചെയ്യാം. ഈ ബ്രഹ്മാണ്ടങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ശ്രീകൃഷ്ണന് പോലും പറ്റണില്ല എന്നാ പറയണത്. പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ടങ്ങൾക്ക് കണക്കുണ്ടോ? കണക്കില്ല.
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും കണക്കില്ല. അനവധി അനവധി ബ്രഹ്മാണ്ടങ്ങളും അനവധി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ട്. ആ ബ്രഹ്മലോ ബ്രഹ്മലോകം മുതല് പാതാളം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ബ്രഹ്മാണ്ടം. ബ്രഹ്മലോകത്തിന് മീതെയാണ് വൈകുണ്ഠം, അതിന്റെ മീതെ ഗോലോകം. ഇനി ഭൂമിയെ പറ്റി പറയാച്ചാലോ, ഭൂമിയില് 7 ദ്വീപുകളുണ്ട്, 7 സാഗരങ്ങളുണ്ട്. നമ്മൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് ഏഷ്യ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അതന്നെ നമ്മുടെ ആചാര്യന്മാർക്ക് എല്ലാ ജോഗ്രഫിയും അറിയാമായിരുന്നു. അനവധി പർവ്വതങ്ങളും വനങ്ങളും ഉണ്ട്. അതിനൊക്കെ മുകളിലാണ് ബ്രഹ്മലോകം ഉൾപ്പെടെ 7 ലോകം. ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ബ്രഹ്മലോകം. ഇനി ഭൂമിക്ക് താഴെയുണ്ട് ലോകങ്ങള്: അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം. അത് 7 ലോകങ്ങള് ഒക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാ. ഇനി ഈ ഡിംഭം പിളർന്നിട്ടൊരു കുട്ടി ഉണ്ടായി പറഞ്ഞല്ലോ. ആ കുട്ടിക്ക് ഭയങ്കര വിശപ്പായി. എന്താ ഇനി ചെയ്യാന്ന് വിചാരമായി. പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു ജ്ഞാനം ഉണ്ടായി. ജ്ഞാനം ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും ഭഗവതിയുടെയും പുത്രനല്ലേ. പരമപുരുഷനായ കൃഷ്ണനെ അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങി കുട്ടി. അപ്പോ ആ സനാതനമായിട്ടുള്ള ബ്രഹ്മജ്യോതിസിനെ ഈ കുട്ടി കണ്ടു. ആ ഭഗവാനെ കണ്ടപ്പോ കുട്ടി ഇങ്ങനെ പുഞ്ചിരിച്ചു, സ്തുതിച്ചു. ആ ജനിച്ച ഉടനെയുള്ള കുട്ടിയാണ്. അദ്ദേഹം ആ കുട്ടിയെ പിന്നെ എന്താണ് സന്തോഷിപ്പിച്ച് സമയോചിതമായിട്ടുള്ള വരം കൊടുത്തു. എന്നിട്ട് ചെവിയിൽ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താ അറിയോ? ഓം കൃഷ്ണായ സ്വാഹ എന്നാണ് ആ മന്ത്രം. ആ ബാലൻ അപ്പൊ എന്ത് പറഞ്ഞു? എനിക്ക് എപ്പോഴും കൃഷ്ണഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞു. കൃഷ്ണഭക്തി ഇല്ലാത്ത മൂർഖന്റെ ജീവിതം നിഷ്ഫലാണ്. പരമാത്മാവ് അപ്പൊ അവനെ അനുഗ്രഹിച്ചു. ഓരോ വിശ്വത്തിലും അംശം കൊണ്ട് നീ താൽക്കാലിക വിരാട്ടായി ഭവിക്കും. വിരാട് പുരുഷനാണല്ലോ. വിരാട് പുരുഷന്റെ നാഭി കമലത്തു നിന്നാണല്ലോ ബ്രഹ്മാവ് വരിക, എന്നിട്ടല്ലേ പ്രപഞ്ച സൃഷ്ടി നടക്കുക. അപ്പൊ ഓരോ കൽപ്പത്തിലും നീ വിരാട്ടാവുമെന്ന് ആ കുട്ടിയെ അനുഗ്രഹിച്ചു. ആ സമയത്ത് എന്നിട്ട് ബ്രഹ്മാവിന്റെ ലലാടത്തുനിന്ന് 11 ഏകാദശ രുദ്രന്മാര് ഉണ്ടാവും. ആ രുദ്രന്മാര് സംഹാരം നടത്തും. സൃഷ്ടിക്കാൻ ബ്രഹ്മാവും സംഹരിക്കാൻ രുദ്രനും അല്ലേ. ഇനി വിശ്വരക്ഷ ചെയ്യാനായിട്ട് രുദ്രന്റെ അംശമായിട്ട് വിഷ്ണു ഉണ്ടാവും. എന്നെ നീ നിത്യവും ധ്യാനത്തിൽ കാണും എന്ന് ആ കുട്ടിയെ അനുഗ്രഹിക്കും. ഞാൻ പോവാണ്, നീ ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്തർധാനം ചെയ്തു. ശ്രീകൃഷ്ണൻ തന്റെ ലോകത്തിൽ ചെന്നിട്ട് സൃഷ്ടിക്കുന്നതിന് ശക്തനായിട്ടുള്ള ബ്രഹ്മാവിനെ വിളിച്ചു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ആ വിരാട്ടിന്റെ, ഈ കുട്ടിയോട് വിരാട് പുരുഷനാവെന്ന് പറഞ്ഞല്ലോ, ആ വിരാട്ടിന്റെ നാഭി കമലത്തിൽ ചെന്ന് ജനിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിലെ അംശം കൊണ്ട് ജനിച്ച് ദീർഘകാലം തപസ് ചെയ്യാനും പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവ് വിരാട് സ്വരൂപന്റെ നാഭി കമലത്തിലെത്തി നാഭി കമലത്തിലെത്തി ആ വിരാട്ടിന്റെ. എന്നിട്ടോ 1,00,000 യുഗം ആ നാഭി കമലത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. കാണണ്ടേ? അതിന്റെ അവസാനം ഒന്നും കാണാൻ പറ്റണില്ല, ആദ്യം അവസാനം ഒന്നും. ഒടുക്കം ദിവ്യ ചക്ഷുസ്സുണ്ട് ആ കൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾ ധ്യാനിക്കുകയാണ് ഈ കുട്ടി, ബ്രഹ്മാവ്. അപ്പോ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് വിരാട് പുരുഷനെ ദർശിച്ചു. ശ്രീകൃഷ്ണനെ കണ്ടു, ഗോപഗോപിമാരുടെ ഒപ്പം ഗോലോകത്തിനെ കണ്ടു. ശ്രീകൃഷ്ണനെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന് ഭഗവാൻ വരം കൊടുത്തു. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു. ആദ്യം മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികൾ ഉണ്ടായി. പിന്നീട് ഏകാദശ രുദ്രന്മാരുണ്ടായി. വിരാട് സ്വരൂപന്റെ വാമഭാഗത്ത് നിന്ന് ലോക സംരക്ഷകനായിട്ടുള്ള വിഷ്ണു ഉണ്ടായി. പിന്നീട് ബ്രഹ്മാവ് വിശ്വം ചമച്ചു. സ്വർഗം, ഭൂമി, പാതാളം എന്നിങ്ങനെ 3 ലോകങ്ങളും ചമച്ചു. ഇപ്രകാരമാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായത്. നമുക്ക് ഇതൊക്കെ ശരിക്കും വളരെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ടതാ. ഇങ്ങനെ ഒരു ചെറിയ സമയം കൊണ്ട് ഇതൊക്കെ വിസ്തരിക്കാനൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ അത്രയ്ക്കുള്ള കഴിവൊട്ടും ഇല്ലേനും. ശ്രീ മഹാദേവിയെ നമ. ഇനി നമുക്ക് ഓടിച്ച് പറയണ്ടേ 10 അധ്യായം. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പോവാം. ഈ അധ്യായത്തില് സ്തോത്ര പൂജാദികളാ പറയണത്. സരസ്വതി പൂജ ആദ്യം ചെയ്തത് ശ്രീകൃഷ്ണനാത്രേ. സരസ്വതി പ്രസാദം ഉണ്ടെങ്കിൽ ഏത് മൂർഖനും പണ്ഡിതനായി തീരും അല്ലേ. പത്നിയായിട്ടുള്ള രാധയുടെ നാവിൻ തുമ്പത്ത് നിന്നാണ് ഈ സരസ്വതി ദേവി ആവിർഭവിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു.
എന്നിട്ട് നമുക്ക് ഇതൊക്കെ ശരിക്കും പരസ്പര എന്താ വിരുദ്ധത, വൈരുദ്ധ്യം ഇങ്ങനെ തോന്നും വായിക്കുമ്പോ. ഈ നാവിൻ തുമ്പത്ത് നിന്ന്, രാധയുടെ നാവിൻ തുമ്പത്ത് നിന്ന് ആവിർഭവിച്ച ഈ ഭഗവതി ഉണ്ടല്ലോ, ഈ സാധാരണ ഈ സ്ത്രീകളെ മാതിരിയുള്ള, സാധാരണ എന്താ പറയാ, നാടൻ പെണ്ണുങ്ങളെ മാതിരിയുള്ള ചില വർത്തമാനമാണ് കേട്ടോ ഇനി കേൾക്കാൻ പോണത്. ഈ സരസ്വതി ദേവി എന്തുണ്ടായി? കൃഷ്ണനെ കണ്ടു. രാധയുടെ ഭർത്താവല്ലേ കൃഷ്ണൻ. കൃഷ്ണനെ കണ്ടപ്പോ കൃഷ്ണനെ പതിയാവാൻ, കൃഷ്ണൻ ഭർത്താവ് ആവണേ എന്നൊരു മോഹം. കൃഷ്ണനെ കണ്ടിട്ട് മോഹായി സരസ്വതി ദേവിക്ക്. അപ്പൊ കൃഷ്ണന് മനസ്സിലായി സരസ്വതി ദേവിയുടെ ഭാവം. കൃഷ്ണൻ പറഞ്ഞു, അതേ, ഇത് നിനക്ക് ശുഭാവില്ല കേട്ടോ, രാധയ്ക്ക് അത് ഇഷ്ടാവില്ല. എനിക്കാണെങ്കിൽ രാധയെ ശാസിക്കാനും പറ്റില്ല. നീ വൈകുണ്ഠത്തിലേക്ക് പോയിക്കോ, മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് വരിച്ചോളൂ. ലക്ഷ്മി ദേവി വളരെ സത്വഗുണമുള്ള ആളാ. നിന്നെ അംഗീകരിക്കും ലക്ഷ്മി ദേവി. മഹാവിഷ്ണു ആണെച്ചാലോ നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ പരിഗണിക്കും. പിന്നെ നീ സമാധാനിക്കൂ. എന്താണ് നിനക്ക് വേണ്ടത്? നിന്നെ അറിവുള്ളവര് ഘടത്തിലോ പുസ്തകത്തിലോ പിന്നെ ഒക്കെ ആവാഹിച്ച് പൂജിക്കും. സ്വർണം കൊണ്ട് രക്ഷ ഉണ്ടാക്കിയിട്ട് അതിൽ സരസ്വതി കവചം എഴുതിയിട്ട് കഴുത്തിലോ കയ്യുമ്മിലോ ഒക്കെ ധരിക്കും, വലത്ത് കൈമില് എന്നൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സമാധാനിപ്പിച്ചു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് ദേവിയെ പൂജിക്കുകയാണ്, സരസ്വതി ദേവിയെ. അതിന്റെ ശേഷം അനന്തൻ, ധർമ്മൻ, പിന്നെ മറ്റുള്ള മുനീന്ദ്രന്മാര്, എല്ലാ ദേവന്മാരും ദേവിമാരും രാജാക്കന്മാരും മനുഷ്യരും ഒക്കെ സരസ്വതി ദേവിയെ പൂജിച്ചു. ഏതാണ് സരസ്വതി ദേവിയെ പൂജിക്കാൻ നല്ല ദിവസം? നമുക്കറിയാം, മാഘമാസത്തിലെ ശുക്ലപഞ്ചമിയില്, പിന്നെ വിദ്യാരംഭത്തിന് നമ്മളൊക്കെ പതിവുണ്ട്. പിന്നെ ദേവിക്ക് നിവേദിക്കേണ്ട വസ്തുക്കളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അതിന് കുറച്ച് എന്താ പറയാ, ഇതിനൊക്കെ കാലദേശം അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിൽ പറയണത് ഗോതമ്പ് കൊണ്ടുള്ള അപ്പം, കൊഴുക്കട്ട, കായ പൊടിച്ചുള്ള അപ്പം, മുത്തങ്ങ, ഇഞ്ചി, ഇതൊക്കെയാണ് ഇതിൽ സരസ്വതി ദേവിക്ക് നേദിക്കാൻ പറയണത്. നമ്മുടെ നാട്ടിൽ അതൊന്നും പതിവില്ല അല്ലേ. കാലദേശത്തിനനുസരിച്ച് പലതിലും വ്യത്യാസങ്ങൾ വരും. ഈ പുരാണങ്ങൾ തന്നെ എഴുതപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സംസ്കാരം എന്താണ് മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കുറേശ്ശെ വ്യത്യാസമൊക്കെ വരും. ഇനി സരസ്വതിയുടെ മൂലമന്ത്രത്തിനെ പറ്റിയിട്ട് പറയാണ്. കൽപ്പവൃക്ഷത്തിന് തുല്യാണ് ഈ മന്ത്രം. പണ്ട് കരുണാനിധിയായിട്ടുള്ള നാരായണൻ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചതാണത്. ഭൃഗു മഹർഷി ശുക്രന്, മരീചി മഹർഷി ബൃഹസ്പതിക്ക്, എങ്ങനെ ഈ മന്ത്രം പലർക്കും ഉപദേശിച്ചു. 4 ലക്ഷം ജപിച്ചാൽ ഈ മന്ത്രത്തിന്റെ സിദ്ധി ഉണ്ടാവൂത്രേ. അപ്പൊ ബൃഹസ്പതിക്ക് തുല്യനാവും ഒരാള്. ഇനി സരസ്വതി കവചത്തിനെ പറ്റി പറയാ. പണ്ട് ബ്രഹ്മാവ് ഭൃഗു മഹർഷിക്ക് ഉപദേശിച്ചത് അത്. വിശ്വവിജയം എന്നാണ് ഇതിന്റെ പേര്. ഇത് പഠിച്ചതുകൊണ്ട് ബൃഹസ്പതി ബുദ്ധിമാനായിത്രേ. വാൽമീകി മഹർഷി കവിയായി. പിന്നെ വേദവ്യാസൻ അനായാസം വേദങ്ങളെ വിഭജിച്ചു. ഇതിന്റെ മഹാത്മ്യം എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ കവചത്തിന്റെ ഋഷി പ്രജാപതിയാണ്. ഈ ദ്രഷ്ടാവ്. ഈ മഹർഷിമാരെ മന്ത്രം ഉണ്ടാക്കിയവരല്ല, ദ്രഷ്ടാക്കളാ, കാണണവരാ. മന്ത്രം അങ്ങോട്ട് കാണുക അത്ര അവർക്ക്. അപ്പൊ ഈ കവചത്തിന്റെ ദ്രഷ്ടാവ് നമ്മൾ ആദ്യം ഛന്ദസ് ഇത് ചെയ്യൂലോ. ബ്രഹ്മപ്രജാപതി ഋഷി, ബൃഹതി ഛന്ദ, പിന്നെ ശാരദാംബികയാണ് ദേവതയെ മാറത്തല്ലേ പറയാ. ഈ കവചം ദിവസേന ചൊല്ലിയാല് സർവ തത്വങ്ങളുടെയും പരിജ്ഞാനം ഉണ്ടാവൂത്രേ. പിന്നെ സർവ അർത്ഥങ്ങളും സർവ സാധനങ്ങളും എല്ലാതും കിട്ടും നമുക്ക്. സർവ കവിതകളും കിട്ടും. ശിരസ് മുതൽ പാദം വരെ എല്ലായിടവും സരസ്വതി രക്ഷിക്കണം എന്നാണ് ഈ കവചത്തിന്റെ സാരം. എൻ്റെ ശിരസ് രക്ഷിക്കട്ടെ, എൻ്റെ ലലാടത്തിനെ രക്ഷിക്കട്ടെ, എൻ്റെ കണ്ണുകളെ രക്ഷിക്കട്ടെ, എൻ്റെ നാസികയെ രക്ഷിക്കട്ടെ. ഇങ്ങനെ ശരിക്കിത് വായിച്ച് നമ്മൾ പഠിക്കണം. ശരിക്കൊരു രോമാഞ്ചം ഉണ്ടാവുക ഈ കവചം ചൊല്ലുമ്പോ. അത്രയും മഹത്താണ് ഈ കവചം. സരസ്വതി ദേവിയുടെ പ്രസാദം കൊണ്ട് ഒരാൾ മഹാവാഗ്മിയവും കവിയവും ത്രൈലോക്യ വിജയിയവും സകലതിനെയും ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. ശ്രീ മഹാദേവിയെ നമഃ. ഇനി 5-ാമത്തെ അധ്യായമാണ്.
യാജ്ഞവൽക്യ മഹർഷിക്ക് ഗുരുശാപം കൊണ്ട് പണ്ട് വിദ്യയൊക്കെ നഷ്ടായി ഇത്ര. അദ്ദേഹത്തിന് വിഷമായി. എന്നിട്ട് അദ്ദേഹം ലോലാർക്ക കുണ്ടത്തിലെത്തി. സൂര്യനെ തപസ് ചെയ്തു. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. സൂര്യൻ അദ്ദേഹത്തിന് വേദവും വേദാംഗവും ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് മറന്നു പോവാണ്ടിരിക്കാൻ വാഗ്ദേവതയെ, സരസ്വതീ ദേവിയെ സ്തുതിക്കാൻ പറഞ്ഞു. യാജ്ഞവൽക്യൻ ജഗന്മാതാവായിട്ടുള്ള സരസ്വതീ ദേവിയെ സ്തുതിച്ചു. അതുപോലെ ഒരിക്കൽ സനൽകുമാരൻ ബ്രഹ്മദേവനോട് ആത്മജ്ഞാനത്തിനെ പറ്റി ചോദിച്ചു. അതിനെപ്പറ്റി പറയാൻ ബ്രഹ്മദേവനും കൂടി അശക്തനാ. പരമാത്മാവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് അവിടെ വന്നു. എന്നിട്ട് വാണി ദേവിയെ സ്തുതിക്കാൻ പറഞ്ഞു. എല്ലാത്തിനും വേണം സരസ്വതീ ദേവി. സരസ്വതീ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് പറയാനും പിന്നെ എഴുതാനും ചിന്തിക്കാൻ പോലും ഒക്കെ പറ്റുള്ളൂ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവിന് ജ്ഞാന സിദ്ധാന്തം വിവരിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയണത്. അതുപോലെ ഭൂമി ദേവി അനന്തനോടും ചോദിച്ചു ഇത്രേ, എന്തൊക്കെയാണ് സരസ്വതീ ദേവിയുടെ മാഹാത്മ്യം. അനന്തന് പേടി അങ്ങടാ ഇത്ര പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അനന്തൻ കശ്യപ മഹർഷിയുടെ ഉപദേശപ്രകാരം സരസ്വതീ ദേവിയെ സ്തുതിച്ചു. അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ കൊണ്ട് ഈ പഞ്ചമസ്കന്ധത്തിലെ വാണി ദേവിയെ പറ്റി, സരസ്വതീ ദേവിയെ പറ്റി പറയണു. വാണി സ്തോത്രം പഠിക്കുന്ന ഒരാള് എന്താണ് ആവാൻ പോണത്? സുകവീന്ദ്രോ മഹാവാഗ്മി ബൃഹസ്പതി സമോ ഭവേത്. സുകവീന്ദ്രോ മഹാവാഗ്മി ബൃഹസ്പതി സമോ ഭവേത്. നല്ല കവിയാവും, മഹാവാഗ്മിയാവും, ബൃഹസ്പതിക്ക് തുല്യനുമാവും. എത്ര മൂർഖനും കൊള്ളരുതാത്ത ആള്, ദുർബുദ്ധിയൊക്കെ ആയിട്ടുള്ള ആള് 1 കൊല്ലം ഇത് പാരായണം ചെയ്താല് ബുദ്ധിമാനും പണ്ഡിതനും നല്ല കവിയായിട്ട് തീരുന്നു പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ശ്രീ മഹാദേവിയെ നമ. നമുക്ക് 6ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. ഓടി 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 പോവുകയാണ്, എന്താ ചെയ്യാ, അല്ലാതെ നമുക്കിത് വിസ്തരിക്കാനൊന്നും സമയമില്ല. കുറച്ച് വിരസം അല്ലായില്ല. ഇനി ഈ അധ്യായത്തിൽ എന്താ പറയണത്? ലക്ഷ്മി, ഗംഗ മുതലായിട്ടുള്ള ദേവിമാര് ഭൂമിയിൽ ജനിക്കാനുള്ള കാരണം, ഭൂമിയിൽ ജനിച്ചുത്ര ഇവര്, അതിന്റെ കാരണമാണ് ഇതിൽ പറയണത്. ഈ അധ്യായം വായിക്കുമ്പോഴേ നമുക്ക് കുറച്ച് അമ്പരപ്പുണ്ടാവും. എന്താണ്? ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി, മഹാവിഷ്ണുവിന്റെ ഭാര്യ ലക്ഷ്മി, പരമശിവന്റെ ഭാര്യ ശ്രീപാർവതി. ഇങ്ങനെയല്ലേ നമ്മുടെ സങ്കല്പം. ഈ ദേവി ഭാഗവതത്തില് ഈ 3 ദേവിമാരും ആദ്യം മഹാവിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു എന്നാ പറയണേ. ഒരു ദിവസം ഗംഗാദേവി വിഷ്ണുവിനെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേമാതിരി സാധാരണ സ്ത്രീകൾക്കുള്ള വികാരങ്ങളോ രോഷപ്രകടനങ്ങളോ ഒക്കെയാണ് ഇനി വരാൻ പോണേ. ദേവിമാര് മഹാവിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു അത്രേ. ഒരു ദിവസം ഗംഗാദേവി വിഷ്ണുവിനെ വളരെ പ്രേമത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരുന്നു അത്രേ. ഇത് കണ്ടു മഹാവിഷ്ണു കണ്ടു. വാണി ദേവിയുടെ, സരസ്വതി ദേവിയുടെ ഗംഗാദേവിയാണ് നോക്കിയത്. അപ്പൊ ഗംഗാദേവിയുടെ സൗന്ദര്യം കണ്ട് മഹാവിഷ്ണുവിന് സന്തോഷമായി. അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു സന്തോഷത്തോടു കൂടി. ഇത് കണ്ടു സരസ്വതി ദേവിക്ക് അങ്ങോട്ട് ദേഷ്യായി. ലക്ഷ്മി ദേവി ഇത് കണ്ടു. പക്ഷെ ലക്ഷ്മി ദേവി സത്വഗുണം തികഞ്ഞ ദേവിയല്ലേ. ലക്ഷ്മി ദേവി ഒന്നും മിണ്ടിയില്ല. സരസ്വതിക്ക് സഹിച്ചില്ല. ആഹാ, സരസ്വതി ദേവിയുടെ മുഖം തുടുത്തു, കണ്ണ് കലങ്ങി, കോപം കൊണ്ട് ചുണ്ടൊക്കെ വിറച്ചു. ഭർത്താവിനോട് എന്താ പറഞ്ഞത്? അതേ, കല്യാണം കഴിച്ചാ പോരാ, ഭാര്യമാരോടൊക്കെ ഒരേപോലെ പെരുമാറണം. ഇപ്പൊ ഞങ്ങളെ 3 കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? അങ്ങക്ക് ഗംഗോടെ അധികം ഇഷ്ടം. ദേ ലക്ഷ്മി കണ്ടില്ലേ മിണ്ടാണ്ട നിക്കണത്. ഇത് കണ്ടിട്ടും അങ്ങനെ അതും ഇതൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. സരസ്വതിയുടെ ദേഷ്യം കണ്ടിട്ട് ഭഗവാൻ വിഷ്ണു അവിടുന്ന് അപ്രത്യക്ഷനായി. നന്നായില്ലേ? വീണ്ടും സരസ്വതിയുടെ ദേഷ്യം അങ്ങോട്ട് അവസാനിക്കണില്ല. ഗംഗയെ ഒരുപാട് അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഗംഗയുടെ മുടിക്കെട്ടിന് ചുറ്റി പിടിച്ചു അത്രേ. ലക്ഷ്മി ദേവി ചാടി വീണ് തടഞ്ഞു. അപ്പോ ലക്ഷ്മി ദേവിയോടും ദേഷ്യായി. ആഹാ, നീയെ അന്യായം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുക, നീ മിണ്ടാൻ പറ്റാത്ത വൃക്ഷമായി പോട്ടെ, പിന്നെ നദിയായി പോട്ടെ ഭൂമിയിൽ നദിയായി പോട്ടെ എന്നൊക്കെ ശപിച്ചു സരസ്വതി ശപിച്ചിട്ടും ലക്ഷ്മി ദേവി ഒന്നും മിണ്ടിയില്ല. ശാന്തയായിട്ട് അത് കേട്ടും കൊണ്ട് നിന്നു. ഗംഗാ ഭഗവതി വിട്ടുകൊടുത്തില്ല. ഈ വായാടി കലഹിച്ചോട്ടെ, എന്താച്ചാ പറഞ്ഞോട്ടെ, ചെയ്യട്ടെ. ദേവിയെ ശപിച്ചില്ലേ ഇവള്,
ഇവളും ഭൂമിയിൽ നദിയായിട്ട് ജനിക്കട്ടെ, പാപികൾ വസിക്കണ ദേശത്ത് കൂടെ ഒഴുകട്ടെ, അവരുടെ പാപങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ആര്? ഗംഗ. ഈ സമയത്ത് ഭഗവാൻ വിഷ്ണു വീണ്ടും അവിടെ വന്നു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സരസ്വതി ദേവിയെ കൈ പിടിച്ച് മാറോടണച്ചു. കഷ്ടം, എന്തെങ്ങനെ ഒക്കെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് അവൾ സരസ്വതി ദേവിക്ക് പുരാതനമായിട്ടുള്ള ജ്ഞാനം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശപിച്ചു കഴിഞ്ഞു. ഒരാള് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കാണ്ട് പറ്റില്ല അത്രേ, കുറച്ചെങ്കിലും. ഈ അനുഗ്രഹത്തിനേക്കാളും ഫലിക്കിത്ര ശാപം. അപ്പൊ എന്തായാലും വായെന്ന് വീണുപോയില്ലേ, ശപിച്ചില്ലേ, അപ്പൊ ആ ശാപം അനുഭവിക്കാണ്ട് പറ്റില്ല. അപ്പൊ ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ, അംശാവതാരം കൊണ്ട് ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ ഭൂമിയിൽ ജനിക്കുക. ഇവിടെ ബാക്കി ഭാഗം എൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, അവിടെ തന്നെ നിനക്ക് വൃക്ഷത്വം ഉണ്ടാവും. വൃക്ഷത്വം എന്ന് പറഞ്ഞ എന്താണ്, വൃക്ഷമായിട്ട് ജനിക്കട്ടെ പറഞ്ഞില്ലേ. തുളസി ചെടിയായിട്ടാണ് ജനിച്ചത് ലക്ഷ്മി ദേവി. പിന്നെ എൻ്റെ അംശം തന്നെയായിട്ടുള്ളൊരു യാദവൻ ഉണ്ടായിരുന്നു, ശംഖചൂടൻ. അസുരനായിട്ടാണ് ജനിച്ച ആ ശംഖചൂടന്റെ പത്നിയാവും നീ. എന്നിട്ട് നിനക്ക് ശാപമോക്ഷം കിട്ടും, എൻ്റെ അടുത്തേക്ക് തന്നെ മുഴുവനായിട്ട് വരാം എന്ന് പറഞ്ഞു. ഗംഗയോട് എന്താ പറഞ്ഞത്? സരസ്വതി ശപിച്ചില്ലേ നിന്നെ, ഭാരതത്തിലേക്ക് പൊക്കോളൂ, അവിടെ നദിയായിട്ട് ഒഴുകിക്കോളൂ, വിശ്വപാവനിയായിട്ടുള്ള ഗംഗാ നദിയായിട്ട് നീ ഒഴുകും. പാപികളുടെ പാപം നശിപ്പിക്കുന്നതിന് വേണ്ടി ഭഗീരഥൻ തപസ്സുകൊണ്ട് നിന്നെ ഭാരതത്തിൽ എത്തിക്കും. എൻ്റെ അംശമായിട്ടുള്ള സമുദ്രത്തിന്റെ പത്നിയാവും നീ, എന്നിട്ട് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് ഗംഗയോടും പറഞ്ഞു. സരസ്വതിയോടും ഗംഗാശാപം അനുസരിച്ചിട്ട് കലാംശം എല്ലാവർക്കും ഓരോ അംശേ പോണ്ടു ഭൂമിയിലേക്ക്. ആ ശാപം അനുഭവിക്കണം എന്ന് മാത്രം. ഭാരതത്തിലേക്ക് പോക്കോളൂ, ഒരു അംശം ആയിട്ട് ഭാരതത്തിലേക്ക് പോക്കോളൂ, കലഹത്തിന്റെ ഫലം അനുഭവിക്കാണ്ട് പറ്റില്ല. അപ്പോ എനിക്ക് തോന്നണത് ഈ എന്താ ശപിക്കുക അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുക അതൊക്കെ ചെയ്താൽ ദേവിമാരായാലും കൂടി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഭാഗമാണ് ഇത്. അല്ലാണ്ട് ദേവിമാർക്കുണ്ടോ, സാക്ഷാൽ പരാശക്തിക്കുണ്ടോ ദേഷ്യവും വ്യസനവും സന്തോഷവും ഒക്കെ? ആയിരിക്കാം, അറിയില്ല. ഏതായാലും ബ്രഹ്മസദനത്തിലെ ബ്രഹ്മാവിന്റെ പത്നിപദവും അലങ്കരിച്ചോളൂ നീ എന്നൊക്കെ സരസ്വതിയോട് പറഞ്ഞു. ലക്ഷ്മി ഭഗവതി ഇവിടെ തന്നെ നിൽക്കട്ടെ, ശാന്തയാണ്, ക്രോധരഹിതയാണ്, എൻ്റെ ഭക്തയാണ്, സത്വസ്വരൂപിണിയാണ് എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. അപ്പൊ മറ്റവരൊക്കെ എന്തായാലും പോണം, ലക്ഷ്മി ഇവിടെ നിൽക്കട്ടെ. ലക്ഷ്മിയുടെ ഒരു ചെറിയ ഭാഗേ പോവുള്ളൂ എങ്ങടെ, ധർമ്മധ്വജന്റെ വീട്ടിലേക്ക്. അപ്പൊ ധർമ്മിഷ്ഠരായ പതിവ്രതകളൊക്കെ ലക്ഷ്മി ദേവിയുടെ കലകളാണത്രേ, അംശകലകള്. ലക്ഷ്മി ദേവിയുടെ അംശാണത്രേ അവരൊക്കെ. പിന്നെ ഏത് വീട്ടിലാണോ സ്ത്രീ പുരുഷനെ പോലെ പെരുമാറണത്, പുരുഷൻ സ്ത്രീയുടെ അടിമയെ പോലെ പെരുമാറണത്, അവരുടെ ജന്മം നിഷ്ഫലാണത്രേ. അവർക്ക് അടിക്കടി അസുഖങ്ങൾ ഉണ്ടാവും. ആരുടെ ഭാര്യയാണോ പുരുഷനേക്കാളും മീതരിക്കണത്, അവൻ കാട്ടിൽ പോവുകയാണ് നല്ലത്. അതിലും കഷ്ടാണ് പുരുഷന് ദുഷ്ടയായിട്ടുള്ള സ്ത്രീയോട് കൂടിയിട്ടുള്ള വാസം. തീർച്ചയായിട്ടും അത് ഒരു വ്യാധി ഉണ്ടാവണ പോലെയാണ്. വ്യാധിജ്വാല സഹിക്കാം, ദുഷ്ട സ്ത്രീയുടെ മുഖജ്വാല സഹിക്കാൻ പറ്റില്ല എന്നാ പറയണത്. അത് ഈ പറഞ്ഞ മാതിരി കുടുംബസ്വസ്ഥത നിലനിർത്താൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാവും ഈ അധ്യായം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഗംഗ, സരസ്വതി, പത്മാവതി എന്നുള്ള നദികള് ഭൂമിയിൽ ഉണ്ടായി. അപ്പൊ ദേവിയുടെ അംശങ്ങളാണ് എല്ലാ നദികളും അല്ലേ. ജലം, മനുഷ്യന്റെ ജീവന് ഏറ്റവും ആവശ്യമുള്ളതാണ് ജലം, അത് ദേവിയുടെ അംശം തന്നെ അല്ലേ. അങ്ങനെ 6-ാം അധ്യായം സമാപിച്ചു. ശ്രീ മഹാദേവിയെ നമ. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. കിട്ടേണ്ടത് കിട്ടിയാ തോന്നേണ്ടത് തോന്നുന്നു പറയാറില്ലേ. അപ്പൊ ശാപൊക്കെ കഴിഞ്ഞപ്പോ ദേവിമാർക്ക് വിഷമായി. അവര് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു, സാധാരണ സ്ത്രീകളെ പോലെ. എന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ശാപമോക്ഷം തരണേ, തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഭാരതത്തിൽ ഉപേക്ഷിക്കും യോഗ അഭ്യാസം കൊണ്ട് എന്ന് സരസ്വതി ദേവി പറഞ്ഞു. ഉത്തമനായിട്ടുള്ള ഭർത്താവ് പരിത്യജിച്ചാ പിന്നെ സ്ത്രീകൾ എന്തിനാ ജീവിക്കണേ?
സരസ്വതി ദേവി പറയാണ്. അപ്പൊ ഗംഗയും ചോദിച്ചു, ഒരു പാപവും ചെയ്യാത്ത എന്നെ അങ്ങ് എന്തിനാ ഉപേക്ഷിച്ചത്? ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കും. ലക്ഷ്മി ഭഗവതി പറഞ്ഞു, നാഥ, സത്യസ്വരൂപിയായിട്ടുള്ള അങ്ങക്ക് ഈ കോപം എങ്ങനെയുണ്ടായത്? എന്തിനാ ഞങ്ങളോട് ഭൂമിയിലേക്ക് പോവാൻ പറഞ്ഞത്? ഈ 2 ഭാര്യമാരോട് കരുണ കാട്ടണേ. സരസ്വതിയുടെ ശാപം അനുസരിച്ചിട്ട് ഞാൻ ഭാരതത്തിലേക്ക് പോയിക്കോളാം. എത്ര കാലം എനിക്ക് അവിടെ കഴിയണം? എപ്പോഴാ എനിക്ക് വീണ്ടും അങ്ങയുടെ അടുത്തേക്ക് എത്താൻ പറ്റുക? അങ്ങയുടെ പാദസ്പർശം എനിക്ക് എന്നാണ് ഇനി ഉണ്ടാവുക? പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ട് എനിക്ക് എന്നാണ് അങ്ങയുടെ അടുത്തെത്താൻ പറ്റുക? അങ്ങയുടെ പരമപദം പ്രാപിക്കാൻ എന്നാണ് ഇടയാകുക ഞങ്ങൾക്കൊക്കെ? അപ്പോ അങ്ങ് പറഞ്ഞുല്ലോ സരസ്വതിയോട് ബ്രഹ്മലോകത്തേക്കും ഗംഗയോട് ശിവലോകത്തേക്കും ഒക്കെ പോവാൻ. ആ വാക്ക് അങ്ങ് ഉപേക്ഷിക്കണം. ഞങ്ങളൊക്കെ അങ്ങയുടെ ഭാര്യമാരല്ലേ? ഇത് പറഞ്ഞിട്ട് ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണന്റെ കാല് പിടിച്ചുകൊണ്ട് നമസ്കരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അതിനുണ്ട് ഉപായം. ഒക്കെ നിങ്ങളുടെ അംശം കൊണ്ട് ഭൂമിയിൽ ജനിച്ചാ മതി. പിന്നെ സരസ്വതി തന്റെ കലാംശം കൊണ്ട് ഭൂമിയിൽ നദിയായി വാഴ. പിന്നെ അർദ്ധാംശത്താല് ബ്രഹ്മാവിന്റെ അടുത്ത് വാഴ. പൂർണ്ണാംശം കൊണ്ട് എന്റെ ഗൃഹത്തിലും വാഴ. 3 സ്ഥലത്തും വസിച്ചോട്ടെ. 3 ലോകവും ശുദ്ധമാക്കാൻ ഭഗീരഥൻ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുപോകും. അവള് പൂർണ്ണാംശം കൊണ്ട് ഇവിടെ വസിക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. പരമശിവന്റെ മൗലിയിലെത്തിയിട്ട് ശുദ്ധയായിട്ടുള്ള അവള് അത്യന്തം പരിശുദ്ധയായിട്ട് തീരും. ലക്ഷ്മിയുടെ കല ഭാരതത്തിലേക്ക് പോവാനും പത്മാവതി നദിയും തുളസി വൃക്ഷവുമായിട്ട് തീരാനും പറഞ്ഞു. കലിയുഗത്തിൽ 5000 വർഷം കഴിയുമ്പോൾ നദികളായി തീർന്ന നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കലിക്ക് 5000 വർഷം. ഇപ്പൊ കലിക്ക് 5000 വർഷം അയ്യോ പോലെ നദികളൊക്കെ പറ്റിപ്പോണു അല്ലെ? എന്തൊരു ചൂടായിരുന്നു ഈ വേനൽക്കാലത്ത്. കലി 5000 കൊല്ലം അയ്യോവോ നദികളൊക്കെ വറ്റി അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുമെന്നാണ് ഇപ്പൊ സംശയം. പിന്നെ ഈ അധ്യായത്തിൽ പറയണത് മനുഷ്യര് പാലിക്കേണ്ട കുറെ കടമകളെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ്. സാധാരണ മനുഷ്യർക്ക് വേദങ്ങളാണല്ലോ നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. പുരാണങ്ങൾ എഴുതിയത് വേദം പഠിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കും സംസ്കൃതം പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടത്രേ. നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടത്രേ. അപ്പൊ എന്താ പറയണത്? പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ, ഭാര്യയെ, സഹോദരനെ, പുത്രനെ, പുത്രിയെ, ഗുരുവിനെ, സഹോദരിയെ, കണ്ണ് കാണാത്തവനെ, ബന്ധുവിനെ ഒക്കെ രക്ഷിക്കാത്തവൻ മഹാപാവിയാണ് എന്നാ പറയണത്. അവരെയൊക്കെ സംരക്ഷിക്കണം നമ്മള്. എല്ലാവരെയും രക്ഷിക്കണം. പിന്നെയോ അരയാല് വെട്ടി നശിപ്പിക്കണ ആള്, എൻ്റെ ഭക്തരെ നിന്ദിക്കണ ആള്, ദേവന്റെ സ്വത്ത് അപഹരിക്കണ ആള്, മകളെ വിൽക്കണ ആളൊക്കെ മഹാപാതകിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പലതും കാലഹരണപ്പെട്ടതാണ് കേട്ടോ. ദേശകാലങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും പലതും. ഈ പുരാണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി വേദവ്യാസൻ എഴുതിയതാണെന്ന്. ഏതായാലും ഈ അധ്യായത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങള് ഞാനിവിടെ പരാമർശിച്ചു എന്നാണ് എനിക്ക് തോന്നണത്. ഇനി ആ ഗംഗയുടെ കഥ, ഗംഗ എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള കഥ അടുത്ത അധ്യായത്തില് വളരെ സരസമായിട്ട് വേദവ്യാസൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ലക്ഷ്മി ഭഗവതി സരസ്വതി ശാപം കൊണ്ട് ഭാരതത്തിലേക്ക് വന്നിട്ട് പത്മാവതി നദിയായിട്ട് തീർന്നു. പൂർണ്ണാംശയായിട്ട് മഹാവിഷ്ണുവിന്റെ സമീപത്തും. അങ്ങനെ കലികാലം വരുമ്പോ എല്ലാം ശിവന്റെ അടുത്തേക്ക് എത്തും, അല്ല മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാളഗ്രാമം, ശിവശക്തികള്, ജഗന്നാഥൻ ഒക്കെ ഭാരതം വിട്ട് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് എത്തും. ദേവപൂജ, ദേവനാമം, അതിനെ സംബന്ധിച്ച ഗുണങ്ങള്, വേദാംഗങ്ങള്, ശാസ്ത്രങ്ങള് ഒക്കെ അവരോടൊപ്പം പോവുത്രേ. സത്തുക്കള്, സത്യധർമ്മങ്ങള്, വേദങ്ങള്, ഗ്രാമദേവതകള്, വ്രതം, തപസ്, ഉപവാസം ഒക്കെ പോവുത്രേ ഈ നദികൾ പോണേന്റെ ഒപ്പം. എല്ലാവരും കള്ളം പറയുന്നവരാവും. തുളസി ഇല്ലാണ്ട് പൂജ നടത്തപ്പെടുത്രേ. അത് ശരിയാന്ന് തോന്നാറുണ്ട്. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും തുളസിപ്പൂവ് ഇത്തിരിയേ കാണുള്ളൂ. ഈ തുളസി ഒട്ടും ഇല്ലാണ്ട പതിവില്ലായിരിക്കും. ഇനി അങ്ങനെയും വരുത്രേ തുളസി ഇല്ലാണ്ട പൂജ. സകലരും ഷഠന്മാരും ക്രൂരന്മാരും. കലികാലത്തെ അല്ലെ നമ്മൾ പേപ്പർ വായിക്കുമ്പോ കാണാറുണ്ടല്ലോ, എല്ലാവരും ഷഠന്മാരും ക്രൂരന്മാരും മഹാ അഹങ്കാരികളും കള്ളന്മാരും ഒക്കെ ആവും.
ഇനി ഈ അധ്യായത്തിലെ കാലഗണനയെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യർക്ക് 1 വർഷം പൂർണ്ണമാവുമ്പോ ദേവന്മാർക്ക് ഒരു രാപ്പകല് കഴിയും. മനുഷ്യർക്ക് 360 യുഗം കഴിയുമ്പോൾ ദേവന്മാർക്ക് ഒരു യുഗമാവും. 71 ദേവയുഗം ചേർന്ന ഒരു മന്വന്തരാവും എന്നിങ്ങനെ കാലഗണന. അത് കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവും എന്നൊക്കെയാണ് ഈ അധ്യായത്തില് പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ അധ്യായത്തിൽ എന്താണ് 8ാമത്തെ അധ്യായത്തില് നാരദ ഉവാച ദേവ്യാ നിമേഷമാത്രേണ ബ്രഹ്മണ പാദ ഏവ ച തസ്യ പാദ പ്രാകൃതിക പ്രളയ പരികീർത്തിത പ്രളയേ പ്രാകൃതേ ചോക്ത തത്ര ദൃഷ്ടാ വസുന്ധര ജലലുപ്താനി വിശ്വാനി സർവേ ലീനപരാത്മനി. ദേവിയുടെ ഒരു നിമിഷം കഴിയുമ്പോ ബ്രഹ്മാവ് പതിക്കും. അദ്ദേഹം പതിക്കുമ്പോ പ്രാകൃത പ്രളയം ഉണ്ടാവും. എല്ലാതും പ്രളയത്തില് ലയിക്കും. അപ്പൊ ഭൂമി എവിടെ ഉണ്ടാവുക? ഭൂമി അദൃഷ്ടമാവും, കാണാണ്ടേ പോവും. വിശ്വങ്ങളൊക്കെ ജലലുപ്തമായിട്ട് പരമാത്മാവില് ലയിക്കും. പിന്നെ സൃഷ്ടി സമയത്ത് പിന്നെ വീണ്ടും എങ്ങനെ ഉണ്ടാവുക ചോദിക്കുകയാണ് നാരദൻ. അപ്പൊ ശ്രീനാരായണൻ പറയാ പ്രളയകാലത്തെ എല്ലാം ദേവിയിലേക്ക് എത്തും. സൃഷ്ടി സമയത്ത് ദേവിയിൽ നിന്ന് തിരിച്ചു വരും. വരാഹകൽപ്പത്തില് ബ്രഹ്മാവ് സ്തുതിച്ച് അപേക്ഷിച്ചത് കാരണം മഹാവിഷ്ണു വരാഹരൂപം കൊണ്ട് ഹിരണ്യാക്ഷനെ കൊന്ന് രസാതലത്തുനിന്ന് ഭൂമിയെ ഉദ്ധരിച്ച് വെള്ളത്തിന് മുകളില് ഒരു താമര ഇല പോലെ സ്ഥാപിച്ചു. അതിൽ നിന്നാണ് ബ്രഹ്മാവ് സുന്ദരമായിട്ടുള്ള ഈ വിശ്വം മുഴുവൻ ചമച്ചത്. എന്നിട്ട് മഹാവിഷ്ണുവും ഭൂമിദേവിയും തമ്മില് സംഗമിച്ചു. പിന്നീട് മഹാവിഷ്ണു സതിയായ ഭൂമിദേവിയെ ധ്യാനിച്ച് പൂജിച്ചു. ഭൂമിയെ പൂജിക്കണം. അമ്പുവാജി ഒഴികെയുള്ള ദിവസങ്ങളില്, ഏതാ ഈ അമ്പുവാജി? കർക്കിടക മാസത്തിലെ മകീരൻ, തിരുവാതിര, പുണർദം, പൂയം ദിവസങ്ങള്. ആ ദിവസങ്ങൾ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഭൂമിയെ പൂജിക്കണം എന്നാ പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഗൃഹാരംഭം, കിണർ കുഴിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത്. ഈ അമ്പുവാജി പറഞ്ഞ ദിവസം എന്താ? ആ ദിവസത്തെ ഭൂമി രജസ്വലയാവൂത്രേ. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ പണിയെടുക്കരുത്. പണ്ടത്തെ കൃഷിക്കാർക്ക് അതൊക്കെ അറിയായിരുന്നു. എന്നിട്ട് ഭൂമി പിന്നീട് തനിക്ക് ധരിക്കാൻ ക്ലേശമുള്ള വസ്തുക്കളെ പറ്റി പറയാണ്. ഈ വസ്തുക്കളൊന്നും എനിക്ക് ഭാരം താങ്ങാൻ പറ്റില്ല. എന്തൊക്കെയാ? മുത്ത, പവിഴം, ഹരിവിഗ്രഹം, ശിവലിംഗം, ദേവി ബിംബം, ശംഖം, യന്ത്രം, ദീപം, മാണിക്യം, വൈര, അങ്ങനെ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും എന്റെ മേല് വെക്കരുത് എന്ന് പറഞ്ഞാൽ അത് വെച്ചാലേ അത് കാണാതെ പോവാനൊക്കെ, മുത്തും പവിഴമൊക്കെ വെറുതെ ഭൂമിയിൽ വെച്ചാൽ അത് കാണാതെ പോവാൻ എളുപ്പല്ലേ? വിളക്ക് നിലത്ത് വെച്ചാല് അതിനുള്ള എണ്ണയൊക്കെ പോവാൻ എളുപ്പല്ലേ? അതുകൊണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ 10ാം അധ്യായത്തിൽ എന്താണ് പറയണത്? ഭൂമിയോട് ചെയ്യുന്ന അപരാധങ്ങള്, അതിന്റെ ഫലങ്ങള് എന്തൊക്കെയാണ്? ഭൂമിദാനകൃതം പുണ്യം പാപം തദ്ധരണേന ച പരഭൂഹരണാത് പാപം പരകൂപേ ഖനനേ തഥാ. ഭൂമി ദാനം ചെയ്തിട്ട് ലഭിക്കണ പുണ്യം, അന്യന്റെ ഭൂമി അപഹരിച്ചാണ്ടാവണ പാപം, അതുപോലെ അന്യന്റെ കിണർ കുഴിച്ച് സ്വന്തമാക്കിയാണ്ടാവണ പാപം, അമ്പുവാജി ദിവസങ്ങളില് ഭൂമിയിൽ കൃഷി ചെയ്താലുണ്ടാവണ പാപം, ദീപം നിലത്ത് വെച്ചാണ്ടാവണ പാപം, അതൊക്കെ എത്രയാണെന്ന് വിശദമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കണു എന്ന് നാരദൻ പറയുക. അപ്പൊ ശ്രീനാരായണൻ വിശദമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? മനുഷ്യന്റെ സമൂഹ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ മാതിരി സിംബോളിക് ആയിട്ടാണ് പറയണത് എന്ന് മാത്രം. ഭൂകമ്പേ ഗ്രഹണേയോ ഹി കരോതി ഖനനം ഭുവാ ജന്മാന്തരേ മഹാപാപി ഹ്യംഗഹീനോ ഭവേ. ഇവിടെ പറയണത് നോക്കൂ. ഭൂകമ്പം ഉണ്ടാവുമ്പോ, ഗ്രഹണം സമയത്ത് ആരാണോ ഭൂമി കളക്കണത് അവൻ ജന്മാന്തരത്തിലെ മഹാപാപിയും അംഗഹീനനും ആവുന്ന. ഭൂകമ്പം ഉണ്ടാവണ സമയത്ത് ഭൂമിയിൽ പോയിട്ട് കിളച്ച എന്താ ഉണ്ടാവുക നമുക്കറിയില്ലേ? ആ ആളുടെ പൊടി ചിലപ്പോൾ ഉണ്ടാവില്ലേ. പിന്നെ ഗ്രഹണ സമയത്ത് അനേകം രശ്മികളെ, പലതരം അൾട്രാവയലറ്റ് എന്നൊക്കെ ഉള്ള രശ്മികൾ ഭൂമിയിൽ വരും. ആ സമയത്ത് പുറത്തിറങ്ങി പണിയെടുത്താൽ നന്നാവില്ല, ആരോഗ്യത്തിന് നന്നാവില്ല. അത് ഇങ്ങനെയാണ് പറഞ്ഞു തരണത് നമ്മുടെ പുരാണങ്ങൾ എന്ന് മാത്രം. ഇനി ഭൂമിയുടെ നാമം. ഭവനം യത്ര സർവേഷാം ഭൂമിസ്തേന പ്രകീർത്തിത കാശ്യപീ കശ്യപസ്യേയം അചലാ സ്ഥിരരൂപത.
ജീവജാലങ്ങൾക്കൊക്കെ ഭവനാണ് ഭൂമി. അതുകൊണ്ട് ഭൂമി കശ്യപനെ സംബന്ധിച്ചതായതുകൊണ്ട് കാശ്യപി, സ്ഥിരസ്വരൂപയായതുകൊണ്ട് അചല എന്നൊക്കെ ഭൂമിക്ക് പേരുണ്ട്. പിന്നെ വിശ്വംഭരാധാരണാച്ചാനന്ദാനന്ദ സ്വരൂപിണി പൃഥിവീ പൃഥുകന്യാത്വാദ്വിസ്തൃതത്വാ മഹാമുനെ. അനന്തസ്വരൂപിണിയാണ് ഭൂമി, അതുകൊണ്ട് അനന്ത എന്ന് ഭൂമിക്ക് പേരുണ്ട്. പിന്നെയോ എല്ലാ ജീവികളെയും ധരിക്കും. അത് അല്ല, എല്ലാവരും ഭൂമിയിലല്ലേ നമ്മളൊക്കെ, അതുകൊണ്ട് വിശ്വംഭര. പിന്നെയോ പൃഥുവിന്റെ പുത്രിയാണ്, വിസ്തൃതയാണ്, അതുകൊണ്ട് പൃഥിവി എന്നൊക്കെ ഭൂമി അറിയപ്പെടുന്നു. അങ്ങനെ ഭൂമിയുടെ പര്യായങ്ങളെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഈ 10ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ശ്രീ മഹാദേവിയെ നമ. വളരെ ഓടിച്ചോടിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ സമയം സമയത്തിൽ അങ്ങോട്ട് തീർക്കണം എന്നുള്ള പരിഭ്രമം കൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശൈലജേച്ചി വളരെ ഭംഗിയായി 10 അധ്യായങ്ങളും ഒരു എന്താ പറയാ ആറ്റിക്കുറുക്കി എന്ന വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ പറയായിരുന്നു. എന്നാലും എന്താണ് സിദ്ധി വരും പറഞ്ഞല്ലോ. ഈ കവചം, സരസ്വതി കവചം, സിദ്ധി എന്താണ് അഷ്ടൈശ്വര്യങ്ങള്, സിദ്ധി വന്നാൽ അഷ്ടൈശ്വര്യങ്ങൾ കിട്ടത്രേ. അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം ആണ് അഷ്ട ഐശ്വര്യങ്ങൾ. മന്ത്രസിദ്ധി വന്ന നമ്മൾ പറഞ്ഞതൊക്കെ ഫലിക്കുക, അങ്ങനെയൊക്കെ വരുന്ന പറയണത് ഉണ്ടാവും. എന്താണ് ഇവിടെ അടുത്ത് കൈക്കുളങ്ങര രാമവാര്യരുണ്ടായിരുന്നു, ഈ ഭാഗത്ത് അടുത്താ. അദ്ദേഹം ഈ സിദ്ധി എന്താ പറയാ ഗരിമ എന്നുള്ള സിദ്ധി ഉണ്ടായിരുന്നു, ലഘിമയും രണ്ടും ഉണ്ടായിരുന്നു അത്ര. അദ്ദേഹം ഒരു എന്താണ് മരപ്പേട്ടയിലാ ജോലി എടുത്തായിരുന്നു ഇത്ര. അദ്ദേഹത്തിനെ കണ്ട ആൾക്കാരെ എൻ്റെ ഏട്ടൻ കണ്ടിട്ടുണ്ട്. ഏട്ടന്റെ ചെറുപ്പത്തിൽ അവർക്ക് വയസ്സായിട്ടുണ്ട്. പക്ഷെ അത്രേ കാലമായിട്ടുള്ളൂ. അപ്പൊ മരപ്പേട്ടയിൽ ജോലി എടുക്കുമ്പോ അദ്ദേഹം പിന്നെ ഒഴിവ് സമയത്ത് ഈ കുട്ടികൾ കൂടുതൽ അദ്ദേഹത്തിന്റെ അടുത്ത്, കൈക്കുളങ്ങര രാമവാര്യരുടെ അടുത്ത്. എന്നിട്ട് ഒന്ന് കാണിച്ചു തരൂ പറയത്രേ. അപ്പോ ഈ തുലാസിന്റെ ഒരു ഭാഗത്ത് ഇരിക്കും. അപ്പോ മറ്റേ തൂക്കക്കട്ടി, എന്നിട്ട് പുരുകം കൊണ്ട് എന്തോ കാണിച്ചാ തൂക്കക്കട്ടികൾ ഇങ്ങനെ വെക്കിത്തറ ഇവര്. അനങ്ങില്ല ഇദ്ദേഹത്തിന്റെ തട്ടാന്നാ പറയണേ. ദേഹത്തിന് ഗരിമ ഉണ്ടാക്കി, ദേഹം അങ്ങോട്ട് കനപ്പിച്ചു. അത് കഴിഞ്ഞ് മറ്റേ പുരുകം ഒന്ന് അനക്കിയ ടുന്ന് പൊന്തുത്രേ. അതുമാതിരി ലഘിമേതെ ഇദ്ദേഹം കയറിയിരിക്കണ തട്ട എങ്ങനെയായാലും താഴ്ത്തു വരില്ല അത്രേ. അങ്ങനെ ഗരിമയും ലഘിമയും ഉണ്ടത്ര അദ്ദേഹത്തിന്. ഈ ചില മന്ത്രങ്ങള് ഇങ്ങനെ എന്താ പറയാ സാധന നിത്യോപാസന ചെയ്താല് അങ്ങനെ ഉണ്ടാവും എന്നാ പറയണത്. ഇതൊക്കെ സാധിക്കാൻ പറ്റുന്നു. നമ്മുടെ ആചാര്യന്മാരുടെ അയ്യോ, നമുക്ക് എന്താ പറയാ വായിക്കും തോറും നമുക്ക് അത്ഭുതമാവും അവരുടെ അറിവും. ഇങ്ങനെ സിംബോളിക് ആയിട്ടാണ് പറയുക കുറെ കാര്യങ്ങളെന്നേ ഉള്ളൂ. എല്ലാ ഭൂമിശാസ്ത്രവും ഇല്ലേ, രാമായണത്തിലില്ലേ ഗർഭസ്ഥ ശിശുവിന്റെ എല്ലാ വിവരം അവിടെ കൊടുക്കണു. ആദ്യത്തെ ആ എന്താ പറയാ കൂടിച്ചേർന്നിട്ടുള്ള അതിന്റെ മുതൽക്കുള്ള പേരോട് കൂടിയിട്ടുള്ള അതിന്റെ വളർച്ച ഒക്കെ കൊടുക്കണു. ഇന്നത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ആചാര്യന്മാരെ എങ്ങനെ അത് കണ്ടുപിടിച്ചു അറിയില്ല. അത്രയും മഹാന്മാരായിട്ടുള്ള ഈ ദേവി ഭാഗവതം വായിക്കുമ്പോഴാ ഇത്ര അധികം മഹർഷിമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവണേ. കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളാ ദേവി ഭാഗവതത്തിൽ. അനവധി മഹർഷിമാരുടെ പേര് പറയുന്നുണ്ട്. അതുമാതിരി ശാസ്ത്രങ്ങള് അല്ല, എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലെ. എന്താണ് ശരീരം സൂക്ഷിച്ചു വെക്കുക, നിമി ചക്രവർത്തിയുടെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടേ. പിന്നെ ഒരു സിനിമയുണ്ട് കളിമണ്ണ പറഞ്ഞിട്ട്, ഭർത്താവ് മരിച്ചിട്ട് ഭർത്താവിന്റെ ശരീരത്തിന്ന് ബീജം എടുത്തിട്ട് കുട്ടിയെ സ്ത്രീയുടെ ഗർഭപാത്രത്തില്, അതുമാതിരിയല്ലേ നിമിയെ ഗർഭപാത്രത്തിൽ ആക്കിയില്ല, എന്നാലും നിമിയുടെ ശരീരം കടഞ്ഞെടുത്തിട്ട് പുത്രനെ ഉണ്ടാക്കിയല്ലോ. നമ്മുടെ ആചാര്യന്മാരുടെ കഴിവാണ് അതൊക്കെ. നമ്മുടെ
എന്താണ് ഭാരതത്തിലെ ശാസ്ത്രത്തിന്റെ കഴിവുകളാണ് അതൊക്കെ. അങ്ങനെ ഇങ്ങനെയുള്ള രാജ്യത്ത് വന്ന് ജനിക്കാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ, അടിമലരിതൾ വേണം താങ്ങുവാൻ മറ്റൊരേടത്തടിയുവതു ഞെരുക്കം മുക്തി സിദ്ധിക്കോളം. എല്ലാവർക്കും നമസ്കാരം. നിർത്താല്ലേ? ഇനി നമുക്ക് നന്ദി പ്രകാശനത്തിന് വേണ്ടി, കൃതജ്ഞത പറയുന്നതിന് വേണ്ടി തിരുവാതിരപ്പാട്ടുകള്, അക്ഷര ശ്ലോകം തുടങ്ങിയവയില് പ്രഗത്ഭയാണ്. അതുപോലെ ഒരു നല്ലൊരു കവയിത്രിയാണ്. എത്ര നിമിഷകവി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഗീത. പിന്നെ കുറപ്പേര് ഗീതയെടുത്തി. ആ ഗീതയെടുത്തിയുടെ രചനയിലുള്ള ഒരു കനവിൽ വന്ന കണ്ണൻ, ഹരിനാരായണീയം, ഈ രണ്ട് രചനയിലും ഇപ്പോ ആൽബം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പുറപ്പേര് ഗീതയെടുത്തിയെ ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് മഹാഭാഗ്യത്തിന്റെ മുമ്പിലാണ് നിൽക്കണേന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോ ഈ സിനിമാ പാട്ടിൽ പറഞ്ഞ പോലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, എങ്ങോടൊക്കെ ചൊല്ലേണ്ടു എന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ ഈ വേദിയിൽ ആദ്യമായിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ട് ഇങ്ങനെയല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും കൊണ്ട് തലയിട്ടു എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്വഭാവമുണ്ട്. എന്തായാലും എൻ്റെ ഔദ്യോഗിക കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് അത് നിർവഹിക്കുകയാണ്. ഇതിന്റെ അവതാരക എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി വത്സലയ്ക്ക് തന്നെയാണ് ഇതിന് ആദ്യം നന്ദി പറയേണ്ടത്. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നതിലും. വത്സല എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരോടും എവിടെയോ എല്ലായിടത്തും ഉണ്ട് വത്സല, ഏത് വേദിയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വത്സലയ്ക്കാണ് ഞാൻ ആദ്യം ഇതിന്റെ നന്ദി പറയണത്. പിന്നെ പ്രാർത്ഥന ചൊല്ലിയ വത്സല, അതും എൻ്റെ അനിയത്തിക്കുട്ടി തന്നെ, PC വത്സല. വത്സലയുടെ പ്രാർത്ഥനയ്ക്ക് വത്സലയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ വിജയകുമാരി അടുത്തി അതുപോലെ തന്നെയാണ് ഈ ഇതിന്റെ പ്രവർത്തനത്തില്. എടത്തിയുടെ എല്ലാ ഇതും ധാരാളമായിട്ട് കണ്ടു കേട്ടറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എടത്തിയുടെ ആ സ്വാഗതത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ശൈലജയടത്തിയുടെ ഒരു ശ്ലോകം കാണാത്ത ഒരു ദിവസം ഇല്ല ജീവിതത്തില്, എല്ലാ ദിവസവും ഉണ്ട്. ശൈലജയടത്തിയുടെ എന്താ എനിക്കിതിന് പറയണ്ടേന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. ഏടത്തി, ഞാൻ ഒരു 50 കൊല്ലം മുമ്പ് പുറകോട്ട് പോവുകയാണ് ഞാൻ ചെയ്തത്. ഈ ദേവി ഭാഗവതം മലയാളം കഥ കേൾക്കാനുള്ള മോഹം കൊണ്ട് വായിക്കണതാണ്. അന്ന് ഇതിനെക്കുറിച്ച് വലിയ രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ കഥ കേൾക്കുക ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ ലക്ഷ്മി സരസ്വതിമാരുടെ തമ്മിത്തല്ലൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, ക്ഷമിച്ചു കണ്ടതാ ലക്ഷ്മി സഹിച്ചില്ല സരസ്വതി എന്നുള്ള വാക്കൊക്കെ ഇങ്ങനെ മനസ്സിന്റെ ഓർമ്മയിൽ വന്നു. ശാപം കേട്ടും ശപിക്കാതെ കോപിക്കാതെയും ആ രമ ഗംഗയെയും പിടിച്ചും കൊണ്ട് അഴലോടങ്ങു നിന്നുക എന്നൊക്കെയുള്ള ചില വരികളൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ ഒരു വലിയ എന്താ പറയണ്ട ഒരു നിധി പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിജ്ഞാനവും നർമ്മവും എല്ലാം കലർത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രഭാഷണത്തിന് എത്രയാ നന്ദി പറയണ്ടെന്ന് രൂപമില്ല. എല്ലാവർക്കും വേണ്ടി അതിനെ ഒന്നും പറയാൻ എനിക്ക് വാക്കില്ല എന്നുള്ളതാണ് സത്യം. അത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു ഇത് പറയാൻ. പിന്നെ അത് അങ്ങനെ ആവാണ്ടിരിക്കില്ലല്ലോ ശൈലജയടത്തി. അതിന്റെ ഒരു എന്താ പറയണ്ടേ, ശ്ലോകത്തിന്റെയും കാവ്യത്തിന്റെയും എല്ലാത്തിന്റെ ഒരു ഭണ്ഡാരം തന്നെയാണ്. അപ്പോ ശൈലജയടത്തിക്ക് പ്രത്യേകം എനിക്കും എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയാണ്. പിന്നെ ഇതില് ശ്രീരാമനും മേറാഞ്ചേരി ഹരിഗോവിന്ദനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ ആ സഹകരണം, അവരെയൊക്കെ എനിക്ക് ഇതിൽ എപ്പോഴും വരാൻ പറ്റാറില്ലെങ്കിലും ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ സന്നിഹിതരായവരോടും ഇനി വല്ലവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും എല്ലാത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം ഗീതയെടുത്തി. അങ്ങനെ നമ്മുടെ